സീമന്തത്തിനുള്ള ആൾക്കാരെ എല്ലാം ഞാൻ ക്ഷണിച്ചു കഴിഞ്ഞു. ബാക്കി ഏർപ്പാടുകളൊക്കെ നോക്കിക്കോണേ. ആ ആ ശരിടാ, ഞാൻ ഫോൺ വെക്കുക. ഇനി ഒരുപാട് പേരെ വിളിക്കാനുണ്ട്. എല്ലാം പെട്ടെന്നായി പോയില്ലേ? എന്താ വിഷ്ണുട്ടാ? എടോ, തന്റെ സീമന്തം നിശ്ചയിച്ചിരിക്കുന്നു നാളെ. എന്തൊരു കഷ്ടം. ജഗതി ബേട്ടാ, ഇങ്ങ് വാ. സുസു, അത് വേണോ സുസു? ഇങ്ങ് വാന്നേ. ഞാനേ ജഗതി ബേട്ടൻ ഇതുവരെ കാണാത്തൊരു കാഴ്ച കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഈ പാറയുടെ മുകളിലാണ് ഭംഗിയുള്ള സ്ഥലം ഇരിക്കുന്നത്. അതൊക്കെ കാണിച്ചു തരാം. ജഗതി ബേട്ടൻ ഒന്നിങ്ങ് വാ. ജീവിതത്തിൽ ഒരു ത്രില്ലൊക്കെ വേണ്ടേ? അതൊക്കെ ഓക്കെ, പക്ഷേ എനിക്ക് വേറെ പ്രശ്നമുണ്ട്. എന്താ? എനിക്ക് കുറച്ച് ഉയരത്തിൽ കയറി നിന്നിട്ട് താഴോട്ട് നോക്കാൻ ഭയങ്കര പേടിയാണ്. ഇംഗ്ലീഷിൽ അതിന് വേറെന്തോ പേര് പറയുമല്ല, അക്രോബാറ്റിക്ക. ആക്രോഫോബിയ. അതെനിക്കുണ്ട്. അത് മാത്രമല്ല, ജഗദീപേട്ടന് ഹൈഡ്രോഫോബിയ ഉണ്ടല്ലോ. അതൊന്നും അതും എനിക്കുണ്ടാ? വെള്ളത്തെ പേടി ഇല്ലേ? അതുണ്ട്. പേടിയില്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പേടിയില്ലാത്തതായിട്ട് ഈ തീ, ഇടിമിന്നല്, ഇരുട്ട്, മഴ, അതൊക്കെ എനിക്ക് പേടിയാണ്. പിന്നെ ഈ പ്രേതം ഉണ്ടല്ലോ, അതിനെനിക്ക് ഭയങ്കര പേടിയാണ്. ലോകത്തുള്ള സകല വസ്തുക്കളെയും പേടിയുള്ള ഈ പുഴുവിനെയാണല്ലോ ഞാൻ ഇത്രയും ദിവസം ചുമന്നത്. എന്നെ ചവിട്ടി അരച്ച് കളയേണ്ടതായിരുന്നു. സുസു എന്തോന്ന് ആലോചിക്കുന്നത് സുസു? അല്ല ജഗദീപേട്ട, ഞാൻ ആലോചിക്കായിരുന്നു. ഞാൻ കൂടെ ഇല്ലായിരുന്നെങ്കിലേ ജഗദീപേട്ടൻ ഇങ്ങോട്ട് കയറി വരില്ലായിരുന്നു അല്ലേ? അയ്യോ, കൊന്നു കളഞ്ഞാൽ ഞാൻ കയറി വരില്ലായിരുന്നു. സുസ്മിത ഉണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നത്. പിന്നെന്താ? നങ്ങി വാ, പറയട്ടെ. അയ്യോ, അത് വേണോ സുസു? ജഗദീപേട്ട വാ, ഞാനല്ലേ വിളിക്കുന്നേ. വാ, കൈതാ. അത്രേ ഉള്ളൂ. എന്താ? കണ്ടിട്ട് എന്നെ തല കറങ്ങുന്നു. അതെ, ഇവിടെ നിന്നൊന്ന് കാല് തന്നെ വീണാലുള്ള അവസ്ഥ അറിയോ? ദേ നോക്ക്, കണ്ടോ? ഒരു ബോട്ട് മുക്കി കളയാനുള്ള വെള്ളമുണ്ട് അവിടെ. അങ്ങോട്ടാ ചെന്ന് വീഴുന്നേ. വീണ് കഴിഞ്ഞാ പിന്നെ തിരയെടുത്ത് ആഴക്കടലിലേക്ക് കൊണ്ടുപോയിക്കോളൂ. സുസു ഒന്നും മിണ്ടായിരുന്നു സുസു, എനിക്ക് കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. നീ ആരാടാ പട്ടി? എന്നോട് മിണ്ടാതിരിക്കാൻ പറയാ. പട്ടിന്നാ? എന്നാ? അതേടാ മരപ്പെട്ടി, നിന്നെ തന്നെയാ വിളിച്ചത്. സുസു, കടലിന്റെ നടുക്കുള്ള നമ്മുടെ മറ്റേ മാണിക്കക്കല്ലുള്ള കൊട്ടാരം, അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ആരെയൊക്കെ സാക്ഷിയാക്കി നമുക്ക് പരസ്പരം പ്രണയം പങ്കുവെക്കണ്ടേ സുസു? എല്ലാം അഭിനയായിരുന്നടാ. നിന്നെ ഇവിടെ ഇവിടെ എത്തിക്കാൻ. സുസു, എനിക്കിവിടെ ഭയങ്കര പേടിയാണ് സുസു. നീ നേരത്തെ പറഞ്ഞില്ലേ അക്രോബാറ്റിക്ക, സൈക്രോബാറ്റിക്ക, എനിക്കതൊക്കെ ഉണ്ട് സുസു. ഇപ്പൊ തന്നെ എനിക്ക് കണ്ടിട്ട് തല കറങ്ങണം സുസു. നമുക്ക് പോവാം. അതൊക്കെ അറിഞ്ഞു തന്നെയാടാ. ഈ പറഞ്ഞ ഫോബിയെല്ലാം ഉള്ള നീ ഇവിടെ നിന്ന് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഒരു ഇഞ്ച് പോലും ഇളകില്ലെന്ന് എനിക്കറിയാം. നിന്നെ അങ്ങ് പറഞ്ഞു വിടുന്നതിന് മുമ്പ് നിന്നോട് 2 വർത്താനം പറയണമെന്നുള്ള എന്റെ ആഗ്രഹം കൂടെ സാധിച്ചു കിട്ടി. അയ്യോ, എന്നെ എങ്ങോട്ട് പറഞ്ഞു വിടുന്ന? ഈ ഗോവയ്ക്ക് മറ്റോ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു എനിക്ക് മറ്റേ ട്രൗസർ എടുക്കണം, അത് വേണം. എന്തു പറ്റി സുസു? നിനക്കും ഫിറ്റ്സ് വന്നാ? എനിക്ക് ഫിറ്റ്സ് ഉണ്ട്, നിനക്കും വന്നാ? നിന്റെ ഈ അനവസരത്തിലുള്ള കോമഡിയും തിരുവനന്തപുരം സ്ലാങ്ങും ഒക്കെ കേൾക്കുമ്പോ എനിക്ക് എങ്ങനെ ചൊറിഞ്ഞു വരുന്നറിയോ? എന്ത്? എടാ,
എനിക്ക് ഇത്ര ഇറിറ്റേഷൻ, അസ്വസ്ഥത ലോകത്ത് ആരും ഉണ്ടാക്കിയിട്ടില്ല. ആ ശാലിനിയോ രോഹിതോ പോലും. കണ്ണിപ്പോയൊരു കരട് പോലെ നിക്കാ നീ. അയ്യോ കഷ്ടമായി പോയി. അവിടെ നിക്കടാ. എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു അബദ്ധം പറ്റി, സമ്മതിച്ചു. ചിറക്കൽ രാമചന്ദ്രന്റെ മകനാണെന്ന് കരുതി നിന്നൊന്ന് വളയ്ക്കാൻ നോക്കി. അതല്ലാതെ എന്റെ ജീവിതം നാശമാക്കാൻ വേണ്ടി വിഷ്ണു ശാലിനിയും കൂടെ ഇറക്കിയ തുറുപ്പ് ചീട്ടാണ് നീ മനസ്സിലാക്കിയപ്പോഴേ നിന്നെ ഞങ്ങളുടെ വീട്ടിലിട്ട് വെട്ടിക്കീറേണ്ടതായിരുന്നു. എന്റെ പൊന്നു സുസു, ഇങ്ങനത്തെ മോശം കാര്യങ്ങളൊന്നും പറയാതെ. ഒന്നുമില്ലെങ്കിൽ നിന്റെ കഴുത്തിൽ താലിയെട്ടിയ ഭർത്താവല്ലേ ഞാൻ. ആണ്ടേ, എന്തായാലും എനിക്ക് നഷ്ടപ്പെടാനുള്ള എനിക്ക് നഷ്ടപ്പെട്ട്, നിനക്ക് നഷ്ടപ്പെടാനുള്ള നിനക്ക് നഷ്ടപ്പെട്ട്. നമുക്കിനി ഒരു ധാരണയിൽ പോവാം. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടെന്നാ? അത് പിന്നെ അയ്യോ, എന്ത് നഷ്ടപ്പെട്ടെന്നാ? തള്ളല്ലേ, ഞാൻ വീഴിഞ്ഞായി. തള്ളല്ലേ. എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് നീ പറയുന്നതുണ്ടല്ലോ, നല്ലൊരു സോപ്പ് തേച്ച് കുളിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ആ പ്രശ്നം. ഇനിയിപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയാൽ പോലും അതിനുണ്ട് പരിഹാരം. ഒരു രാത്രിയുടെ കഥ പറഞ്ഞ് സുസ്മിതയെ ബ്ലാക്ക്മെയിൽ ചെയ്യാറായോടാ നായ നീ? പക്ഷേ സുസ്മിത എന്റെ വീഡിയോ ഉണ്ട് കേട്ടാ. അത് കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ. സുസ്മിത എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്നൊന്നും ചെയ്യല്ലേ സുസ്മിത. വൈകിപ്പോയല്ലോ ജഗദീപ് കുമാറെ. നിന്റെ ക്ഷമാപണം വളരെ വൈകിപ്പോയി. കാലപുരിയിലേക്ക് ഇന്നൊരാളെ കൊടുത്തേക്കാമെന്ന് കാലിന് വാക്കുകൊടുത്തു പോയി. അയാള് സ്വന്തം പോത്തും നിന്റെ കഴുത്തി കുരുക്കാനുള്ള കയറുമായിട്ട് ദേ ആ കടലിന്റെ അടുത്തിട്ട് കാത്തു നിൽക്കുക. സുസ്മിതയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. എന്നാലും കഴിഞ്ഞതൊക്കെ ഒരു തമാശ ആയിട്ട് എടുത്തൂടെ സുസ്മിത? എന്റെ ഒരു റിക്വസ്റ്റ്, സത്യം, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. സത്യം. ഇത്ര കേസേ ഉള്ളൂ. കഴിഞ്ഞതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാം അല്ലേ? അത് തന്നെ. എന്നാലേ ഇതും കൂടെ ഒരു തമാശയായിട്ട് എടുത്തോടാം പട്ടി. കൃഷ്ണേട്ടാ, ഒരു പോംവഴി പറ. ഇവരെന്താ ഇവിടെ? പോംവഴി അതന്നെ ഞാൻ ആലോചിക്കുന്നേ. എന്തോ സീരിയസ് ആയ ആലോചന ആണല്ലോ. വിഷ്ണുട്ടൻ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ? സത്യമ്മയോട് പറയണ്ടേ? അതെന്താ സത്യാമ്മയോട് പറയേണ്ട കാര്യം? വിഷ്ണുട്ടൻ എന്താ ഒന്നും പറയാതിരിക്കുന്നേ? എന്തോ കാര്യമായ സംഭവം ഉണ്ടല്ലോ. ഞാൻ പറയാൻ ശാലിനി.
പറയാന്ന് പറഞ്ഞിരുന്നിട്ട് ഇനിയിപ്പോ എന്നാ? നോക്ക്, എനിക്ക് സീമന്തം നാളെ. ഗർഭിണിയല്ലാത്ത എനിക്ക് ഞാനറിയാത്ത കഥയിൽ അങ്ങനൊരു ട്വിസ്റ്റോ? സത്യാമ്മയുടെ അടുത്ത് ഇതിലും വലിയ ചതിയുണ്ടോ? പ്രഗ്നന്റ് അല്ലാത്ത ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അത് വിശ്വസിച്ച് സത്യാമ്മ നാട്ടുകാരെ മുഴുവൻ വിവരം അറിയിച്ചു. നോക്ക്, നമ്മള് സീമന്തവും നിശ്ചയിച്ചു വെച്ചിരിക്കുക. നമ്മൾ പറഞ്ഞത് നുണയാണെന്ന് നാളെ മനസ്സിലായ നാട്ടുകാരുടെ മുന്നിൽ ആരാവും സത്യാമ്മ? വിഷ്ണുട്ടാ ഒരു മറുപടി പറയേ. ഓ, അപ്പൊ അതാണല്ലേ സംഗതി. അപ്പൊ ഞാൻ മാത്രമല്ല തട്ടിപ്പുകാരി. തൽക്കാലം ഇത്രയും മതി. ഒരു വെടിക്കുള്ള മരുന്ന് ഇത് വെച്ച് ഒരു വെടിക്കെട്ട് തന്നെ പ്ലാൻ ചെയ്യാം. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് കാറ്റുകൊള്ളു. എനിക്ക് വേറെ പണിയുണ്ട്. എടോ, പറയാം. മനസ്സുണ്ടായിട്ടാണോ ഞാൻ പറയാതിരിക്കുന്നേ? ഇന്ന് പറയണം വിഷ്ണുട്ടാ. ഇന്ന് തന്നെ പറയാം. ഈ വണ്ടി ഇതെവിടെ പോയി? പാർക്ക് ചെയ്തിരുന്നിടത്ത് കാണാനില്ലല്ലോ. ഇനി കള്ളന്മാരാരെല്ലാം എടുത്തോണ്ട് പോയത്? തരാൻ ഇനി കടപ്പുറത്ത് സ്ഥലമില്ലല്ലോ. ഇതിവിടെ ആരാ കൊണ്ടിട്ടത്? ചിലപ്പോ അമ്മയുടെ ഡ്രൈവർ പറഞ്ഞു വിട്ടിട്ടുണ്ടാവോ? അമ്മയുടെ ഒരു ദീർഘവീക്ഷണം. ആ ഡ്രൈവർ ഇതെവിടെ പോയി? ഒന്ന് വിളിച്ചു നോക്കാം. സുസ്മിത, നല്ല പരിചയമുള്ള സ്വരാണല്ലോ. അയ്യോ, സുസു, എന്താ സുസു പേടിച്ചു പോയോ? ഇത് ഞാനാണ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജഗദീപ്. ഇവളുടെ ഒരു കാര്യം. എടി, നമുക്ക് വീട്ടിൽ പോണ്ടേ? അത് ഇവിടെ തന്നെ നിന്നാ മതിയോ? ഇനി എന്തെങ്കിലും സ്ഥലങ്ങൾ കാണാൻ ബാക്കിയുണ്ടോ? ജഗദീപേ. ഏട്ടൻ മിസ്സായി പോയി. ജഗദീപേട്ടാ. വാ, വന്ന് വണ്ടി കയറി. ഞാൻ വന്നോളാം. ജഗദീപേട്ടൻ പൊക്കോ. എന്ന് പറഞ്ഞങ്ങനെ, ഇത് നിന്റെ അമ്മയുടെ കാറല്ലേ? അത് സാരമില്ല, ജഗദീപേട്ടൻ പൊക്കോ. പ്രയാതത്തിനെ ഇരുട്ടിനേക്ക് എനിക്ക് പേടിയുള്ളൂ. മനുഷ്യന്മാരെ ഒരു പേടിയില്ല, മനസ്സിലായോ? അലേക്കൊന്ന് വണ്ടി കയറി. വണ്ടി കയറി കയറി കയറി. നീ സുസു, നീ തോപ്പുംപടി ചായ നേടിയിട്ടുണ്ടേ? അതാണ് എന്റെ ശരിക്കുള്ള പേര്. ഈ സായിപ്പന്മാരൊരു നാണയം തിരയിലേക്ക് എറിഞ്ഞാ അത് കൃത്യമായിട്ട് മുങ്ങിയെടുത്ത് തിരികെ കൊണ്ടുവരുമായിരുന്നു 5 വയസ്സുള്ളപ്പോ ഞാൻ.
മീനാണോ നീ വെള്ളത്തിൽ എറിഞ്ഞ് കൊല്ലാൻ നോക്കുന്നത്? അവളുടെ കുഞ്ഞമ്മൊരു ഹൈഡ്രോകോബിയും അക്രോഹോബിയും. ജഗതി ബേട്ട, കഴിഞ്ഞു പോയതൊക്കെ നമുക്കൊരു തമാശയായിട്ട് എടുത്തൂടെ? നമുക്കൊരു ധാരണയിൽ മുന്നോട്ട് പോവാം. എന്താ നീ ചിരിക്കല്ലേ? ചിരിക്കല്ലോ. ആ എന്നാ ചിരി. എടി സുസ്മിതേ, ആ ഈ ടാക്കോഫോബിയ എന്താണെന്ന് അറിയുമോ നിനക്ക്? ഇല്ല. സ്പീഡിനോടുള്ള പേടി. മനസ്സിലായില്ല. അയ്യോ ജഗതി ബേട്ട, പതുക്കെ. ഇതും കൂടെ ഒരു തമാശയായിട്ട് എടുത്തോടാ പട്ടി. അയ്യോ പതുക്കെ ജഗതി ബേട്ട. ജഗതി ബേട്ട പതുക്കെ. അയ്യോ പേടിയാവുന്നു, പതുക്കെ. എടി അത്രയും മതിയടി. ഞാൻ വല്ല 1-2 കഴിക്കും. നിനക്കും ചന്ദ്രനും കുഞ്ഞിനും കൂടെ ഉള്ളത് പോരെ? ആ 1-2 കഴിച്ചാ മതി. ഞാൻ തന്നെ വന്നത് ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. മനസ്സിനൊരു സന്തോഷമില്ലടി. കുട്ടികളൊക്കെ അങ്ങ് പോയില്ലേ? അല്ല, ഗോപാലേട്ടൻ തീർത്ഥാടനം കഴിഞ്ഞ് എന്ന് വരുമെന്നാ പറഞ്ഞത്. ഓ, അതിനങ്ങനെ ഒരു നിശ്ചിത തീയതിയൊന്നുമില്ല. കാശി രാമേശ്വര യാത്രയല്ലേ, ഭഗവാൻ വിളിക്കുന്നു എന്നും പറഞ്ഞ് ഒരു ദിവസം അങ്ങ് ഇറങ്ങിപ്പോയതാ. എന്ന് തിരിച്ചു വരുമെന്ന് ചോദിച്ചപ്പോ അത് ഭഗവാന്റെ നിശ്ചയം പോലെ ഇരിക്കുമെന്നാ അദ്ദേഹത്തിന്റെ മറുപടി. സന്യാസ ജീവിതം സ്വീകരിച്ച ആൾക്കേ ഇഹലോക ജീവിതം വെറുപ്പായിരിക്കുമെന്ന് എപ്പോഴും പറയുമായിരുന്നു. ഗോപാലേട്ടന്റെ സന്തോഷം അതാണെങ്കിൽ അങ്ങനെ. നമുക്കാരെയും തടയാനൊന്നും ആവില്ലല്ലോ. ആണുങ്ങൾ ഓരോരുത്തരും ഓരോ വഴിയാ ശാരദാമേ. ചന്ദ്രേട്ടന്റെ കാര്യം തന്നെ കണ്ടില്ലേ? ആണുങ്ങളുടെ കാര്യം മാത്രമല്ലടി, പ്രസവിച്ച് വളർത്തിയ മക്കളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. കല്യാണം കഴിപ്പിച്ചയച്ച മക്കള് വല്ലപ്പോഴും ഒന്ന് വിളിച്ചാലായി. വിളിച്ചാൽ തന്നെ അവിടെ മഴയുണ്ടോ, ഇവിടെ മഴ കുറവാ, അമ്മയുടെ മുട്ടുവേദന എങ്ങനെയുണ്ട്, ഹോട്ടലൊക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ, പിന്നെ അച്ഛൻ എന്ന് വരും, എന്നാ പിന്നെ വയ്ക്കട്ടെ അമ്മേ, കഴിഞ്ഞു. അങ്ങനെ പറയില്ലേ ശാരദാമ്മേ. അമ്മമാരുടെ പരാതിക്കൊന്നും ഒരറുതിയും ഇല്ല. എന്റെ അമ്മയെ വിളിക്കുമ്പോഴേ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ വീട്ടിലിരിക്കുന്ന അമ്മമാരെ കൂടി വിഷമിപ്പിക്കുന്നത്? അവരും വയസ്സും പ്രായമൊക്കെ ആയി ഇരിക്കുന്നവരല്ലേ. നമ്മുടെ സങ്കടങ്ങള് നമ്മൾ തന്നെ ചുമന്നോളാന്ന് വെക്കും. എടി, ഒന്ന് അറിയുകയും കേൾക്കാതിരിക്കുകയും ചെയ്യുമ്പോഴേ അമ്മമാരുടെ നെഞ്ചിലെ തീ പെരുകുകയേ ഉള്ളൂ. എത്രയായി ചേട്ടാ? 120.
എന്തു പറ്റി? ഏ? എന്തു പറ്റാൻ? അല്ല, ഈ സമയത്ത് നീ രാജീവ് സാറോട്? രാജീവ് സാറ് അവിടെ വീട്ടിലുണ്ട്. വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടി ചേട്ടനൊക്കെ സുഖം തന്നെയല്ലേ? അവർക്കാർക്കും ഒരു കുഴപ്പമില്ലമ്മേ. ആരുമായിട്ടുവേ വഴക്കിട്ട് പോന്നതൊന്നും അല്ല ഞാൻ. കേട്ടോ? അയ്യോ, ഇത് ഇനിയിപ്പോ ആരാ? ശാന്തേ, ആ ഫോണിങ് എടുത്തോണ്ടോന്നേ. ഈ ശാരദാമ്മയുടെ ഒരു കാര്യം, മക്കള് വിളിക്കുന്നില്ല, കാണാൻ വരുന്നില്ല എന്നൊക്കെ പരാതി. എന്നാ മക്കൾ ആരെങ്കിലും കാണാൻ വരികയോ വിളിക്കുകയോ ചെയ്താൽ അവരെന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോന്നാവും അടുത്ത വേവലാതി. ഇടി, നീ പോയി ആ ഫോണിങ് എടുത്തോണ്ട് വാ. മോളും എല്ലാം കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? കഴിക്കാനൊന്നും സമയമായില്ലല്ലോ അമ്മേ. എന്നാ വേഗം ചപ്പാത്തി ഉണ്ടാക്കി തരാം. ശാരദാമ്മ സത്യാമ്മയാ. സത്യാമ്മയോ? ശ്യാമ അവിടെ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോ ആവോ? ഹലോ സത്യാമ്മേ. ശാരദാമ്മേ, ഞാൻ ശാലിനിയുടെ സീമന്തം ക്ഷണിക്കാനാണ് വിളിച്ചേ.